ഹര ഹരോ ഹര ഹര ഹരോ ഹര ഹര. മുത്തു വണ്ടി ഒതുക്കടാ. ആണ്ടവാ മുരുക മയിലെണ്ണ മയിൽ അതേടാ അങ്ങനെ തന്നെയാണ്. ഓർക്കടാ മയിലെണ്ണ മയിലെന്നെ. നീ എന്താ ഗുസ്തി പിടിക്കാൻ പോകണം? ഇത് വന്ന് ആ കേരള പസംഗ കേട്ടാ തപ്പാന്ന് വിളിച്ചിട്ട്. നീ എന്നെ മയിലെന്നും വിളിക്കണ്ട, അണ്ണാന്നും വിളിക്കണ്ട, സാമീന്ന് വിളിച്ചാ പോതും. പുരിഞ്ഞതാ വണ്ടിടാ. കാവടി നല്ലതായി இருக்குது. പളനിയപ്പ തങ്ക പളനിയപ്പ. തങ്കവേലു, എന്നെ നീ എന്നെ അണ്ണാ കിണ്ണാന്നൊന്നും വിളിക്കണ്ട. ഇന്നലത്തെ കളക്ഷൻ എടുത്ത് ഇങ്ങ இருக்குது. ഭസ്മക്കാവടി വരവ് 250 രൂപ, പൂക്കാവടി വരവ് 300, കടവക്കാവടി വരവ് 400, ആകെ 950 രൂപ. 950 രൂപ? ആമാ. എടാ മുത്തേ, സ്വാമി ആരാണ് മുത്ത്? നീതാണ്ടാ കണ്ണ് எல்லாமே நீதாண்டா. இந்த வியாபார கேந்திரத்துக்கு ஐஸ்வர்யமே நீதாண்டா. சந்தோஷமாட்டா கலெக்ஷன். இதுதான் கலெக்ஷன். புடி. ഇതെന്താ 3.5 ഉലുവേ? എടാ മുത്തേ, ഒറ്റ കുത്തുവെച്ചാന്നല്ല. ഇതെന്താ പിച്ചക്കാശ? അല്ല ചാമി, നേരത്തെ വന്ന് എസ് ഐ കുപ്പുചാമി കാശെല്ലാം വാങ്ങി പോയാച്ച്. ആര്? കുള്ളണ സൈ. കുള്ളനാ? ആമണ്ണേ. അവന്റെ ഒരാഴ്ച പിരിവ്. കൊറേ നാളായി ആ പെരട്ട എന്റെ തോളി കയറിയിരുന്ന് ചെവിയന്റെ. എന്നാ ചാമി? ഒന്നുമില്ല. നീ ആ താമരയുടെ കളക്ഷൻ എടുക്കും. സവാരി കളക്ഷനാ? അയാളുടെ കളക്ഷൻ കിട്ടിയില്ല. ഇവിടെ ഇരുന്ന് ബാലൻസ് കളക്ഷൻ വാങ്ങി താമര പോയാച്ച്. നിന്നോട് ആര് പറയാ തെണ്ടി ചോദിച്ചപ്പോ കാശ് കൊടുക്കാൻ? ഞാൻ കൊടുക്കണ ചാമിയെ. ഞാൻ തരമാട്ടെന്ന് ചൊല്ലിയാച്ചി. എന്നിട്ട് ഞാൻ മൂഞ്ചിന് കുത്തിയാച്ചി. ഞാൻ ഭയന്നിട്ട് അപ്പടി എടുത്തിട്ട് പോയാച്ചി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സ്വന്തം കടയിൽ എന്റെ പണിക്കാരൻ എനിക്കിട്ട് പാര വെച്ച് കളക്ഷൻ കൊണ്ടുപോയല്ലേ. അവസാനം ഇവനൊക്കെ എന്നെ എടുത്ത് ഉടുക്കുമല്ലോ മുരുക. അവനെ ഞാൻ ഇതൊന്ന് പിടിച്ചേ. അയ്യേ, 3.5 രൂപയല്ലേ എന്റെ ഇരിക്കട്ടെ. அடடா பாரு பாரு, இதுதான் சானியா மிர்சா. என்ன அழகு! கண்ணு வந்து ஐஸ்வர்யா ராய் மாதிரி, மூக்கு வந்து நயன்தாரா மாதிரி, கால் வந்து பென் ஜான்சன் மாதிரிடா. எனக்கு என்ன அത്ര அழகு இருக்கா? ஐயடா, நின்ன இல்ல என் குதிரை சானியா மிர்சா. நீ வந்து செரீனா வில்லியம்ஸ். ரொம்ப கஷ்டம். ஓ சானியா மிர்சாக்கு விசப்பு மாறான் ஏதாவது கொடு. விசப்பா? என் சானியா மிர்சக்கா? சங்கரி, இந்த ஓட்டத்தை பாரு. சானியா மிர்சா சர்வீஸ் பால் மாதிரி. விசப்பு மாற ஏதாவது கொடுத்தா கேரளாவில டிரான்ஸ்போர்ட் பஸ் மாதிரி ஆயிடும். ஐயோ, என்னாச்சு தாமரண்ணா? நோபோலாச்சு. ஓட்டுறது இந்த தாமரை கண்ணன், காசு வாங்குறது அந்த எரப்பாளி மயில்சாமி. எரப்பாளியா? கண்டிப்பா நான் சொல்லி கொடுப்பேன். ஐயோ, என்னம்மா அப்படி சொன்ன? நான் உனக்கு அண்ணன், நீ எனக்கு தங்கச்சி. அவரு பாவம் முதலாளி. அப்படிதான் சொன்னேன். ஹரஹரோ ஹரஹரா. ஓ மிர்சா, டிடி நோடு, டிடி நோடு. இன்னைக்கு வியாபாரம் எப்படி இருக்கும்? அடடா, நீ எதுக்கு கவலைப்படணும்? நீ ஒரு தேனு, உன் கையில் இருக்கிறது பூவு. தேனும் பூவும் இருந்தா வண்டு இங்க தானே பறந்து வருது. ഷെടാ, ഇവൻ എവിടെ പോയിരിക്കണം? അവന്റെ ഒരു ഒടുക്കത്തെ ചായ കൂടി മൂത്രമൊഴിക്കലും. ഇങ്ങനെയുണ്ടോ ഒരുത്തൻ? என் கையில் இருக்கிறது வண்டி, நான் ஒரு சண்டி, என்ன பாக்குறது ஒரு தெண்டி. நான் போறேன்டி. பூ பூ പിച്ചകപ്പൂ മുല്ലൈ ജമന്തി. അല്ല മൈലണ്ണ ഒറ്റക്കൊള്ളു. നിക്കടാ. അല്ല തങ്കവേലു എവിടെയെന്ന് ചോദിച്ചതാ. തങ്കവേലുവിന്റെ കാര്യം അവിടെ നിക്കട്ടെ. നിക്കട്ടെ. എവിടെയാ എന്റെ കാശ്? ഇവിടുന്ന് നീ കൊണ്ടുപോയ കാശ് എവിടെയെന്ന്? അതെവിടെ പോയി? അത് പോയാച്ചി. പൊയ്യാച്ചാ? അണ്ണന് തമിഴും അറിയാൻ പാടില്ലേ? കാശ് പോയിന്ന് അങ്ങനെ തെളിച്ചു പറ. അതായത് നമ്മുടെ എസ് ഐ കുപ്പുസ്വാമി കൊണ്ടുപോയി. നീ എന്തിനാ? അത് കേട്ട അണ്ണൻ ഞെട്ടും. ഇല്ല, ഞെട്ടും, എനിക്ക് ഉറപ്പാ. അണ്ണൻ ഞെട്ടും. അതായത് നമ്മുടെ സാനിയ മിർസ ഇല്ലേ? സാനിയ മിർസ അതെന്തുട്ട്? അതായത് നമ്മുടെ കുതിരയുടെ പേരാണ്. എങ്ങനെയുണ്ട്? കുതിരയുടെ കാര്യം നിക്കട്ടെ. ഇപ്പൊ 2 പേരാണ് നിക്കണത്. കുതിര മാത്രമല്ലേ നിക്കുന്നത്? അപ്പൊ തങ്കവേല് നിക്കണതാ? എടാ കൊടകരക്കാരൻ താമരാക്ഷ, കളി എന്റെ അടുത്ത് വേണ്ട. ഞാൻ ചേർത്തലക്കാരൻ അപ്പുകൂട്ടനാ. കാശ് എടുക്കടാ തെണ്ടി. കുതിര വണ്ടിയിൽ ഓവർലോഡ് കയറ്റുന്ന എസ് എന്നെ പൊക്കി. എന്നിട്ട് കുതിരക്ക് ലൈസൻസ് ഉണ്ടോ? കുതിര വണ്ടിക്കോ അതുമില്ല. അവസാനം എന്താ,
എല്ലാത്തിനും കൂടി ചാർജ് ചെയ്ത് ഇവിടുന്ന് കിട്ടിയതും ഓടിക്കിട്ടിയതും എല്ലാം കൂടി തൂത്തുവാരി കൊണ്ടുപോയി. അവസാനം വണ്ടി കയറടിക്കാൻ കാശില്ലാഞ്ഞിട്ട് ഞാൻ റോഡിൽ കൂടി തള്ളിക്കൊണ്ടാ വന്നത്. ഓഹോ, എന്റെ വണ്ടിയും വണ്ടിക്കാരനെയും തടഞ്ഞു നിർത്തി കാശ് മേടിക്കാൻ ഈ പളനിയിൽ ഏത് SI-ക്കാടാ ചങ്കൂറ്റം? എനിക്കാൻ തലയില്ലാതൊരു കട ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമസ്കാരം. ദേ വന്നല്ലോ കുപ്പുസ്വാമി സാറ്. 100 ആയിസ. എന്ത്? നീ ഒന്നും മിണ്ടാതിരുന്നേ. പോടാ, പോടാ, പോടാ. ഇവിടെ വാടാ, ഞാനാ ഇങ്ങോട്ട് വാടാ, വാടാ. എന്താടാ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല സാർ. എവിടാ എന്റെ കുതിരവണ്ടി? അത് ഞാൻ അപ്പുറത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ദേ സാറേ, ഇതാണ് കുതിരവണ്ടിയുടെ മുതലാളി. നീയാണോ മുതലാളി? അല്ല, അങ്ങനെയൊന്നുമില്ല. സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോഴോ? എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. ഇപ്പെന്ന് പറഞ്ഞാ സാറ് വരുന്നതിന് 1 മിനിറ്റ് മുമ്പ്. അപ്പൊ നേരത്തെ പറഞ്ഞു എന്ന് പറയണം, മനസ്സിലായോ? ഓ, എന്താണ് എന്നെ പറ്റി പറഞ്ഞത്? അതായത് സാറിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ല. പിന്നെന്താ? ഞാൻ പറയാം. സാറിനെ കണ്ടാൽ അമിതാഭ് ബച്ചൻ SI ആയ പോലെ ഉണ്ട്. ബെച്ചണ്ണന്റെ എത്ര പൊക്കം വരും? ഏകദേശം ഒപ്പിക്കാം. ഈ ബെച്ചന് എന്നെക്കാൾ 1 ഇഞ്ച് പൊക്കം കൂടുതലല്ലേ? അത് ക്യാമറ ട്രിക്കല്ലേ? അപ്പൊ ഈ ക്യാമറ സമ്മതിക്കണല്ലോ. പിന്നെ സാറിനൊന്ന് കാണാൻ നിൽക്കുക ഈ മയിലണ്ണൻ. എന്തിനാ? ഒന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ. നേരത്തെ പറഞ്ഞത് ചോദിക്കണില്ലേ സാറിനോട്? എന്ത്? സാർ എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച കാര്യം മയിലണ്ണന് സാറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? ഓ, ആ കാര്യം. ആ. സാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പലപ്പോഴും ഇവൻ തന്നെ എടുക്കും. അത് സാറിന് കിട്ടുന്നുണ്ടോന്ന് അറിയണ്ടേ? അത് ചോദിക്കണമെന്ന് പറഞ്ഞതാ. ശരി, അപ്പൊ അവ എന്റെ പേര് പറഞ്ഞ് പൈസ പിന്നെ എത്ര പ്രാവശ്യം? അതെപ്പോ? അതേ നിനക്ക് പിന്നെ ആവർത്തിച്ചാൽ എന്റെ കൈയുടെ ചൂടറിയുന്നേ. പിന്നെ എനിക്കുള്ളത് കൃത്യമായിട്ട് എത്തിക്കണം. അത് ഞാൻ എത്തിക്കാം സാർ. ജീപ്പ് എടുക്കടാ. അങ്ങനെയില്ല സാർ. ജീപ്പ് പോക്കാൻ നടക്കണം. എടുക്കടാ വണ്ടി. ഈ പുള്ളൻ കുപ്പുസ്വാമിക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. അയാൾക്കൊരു പണിയുണ്ടല്ല, പിന്നെന്തിനാ വേറെ പണി? ആ കഴുത വണ്ടി ഓടിച്ചോടിച്ച് ഞാൻ മടുത്തു. പറ്റുമെങ്കിൽ എനിക്കൊരു പണിതാ. അത് പിന്നെ അതിനു മുമ്പ് ഇവനാ പണി കൊടുക്കേണ്ടത്. ഇവൻ എന്നെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് 4 കുറയായി. അതിനൊരു പണി കൊടുക്കണം. എനിക്കൊരു ഐഡിയ. എന്താ? ഇയാൾക്കിട്ട് ഒരു പണി കൊടുത്താലോ? അത് തന്നെയല്ലേ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ എനിക്കൊരു പണി തരാന്ന് പറഞ്ഞതാ. അത് ഇതിന്റെ ഇടയിൽ ഞാൻ തരാം. ஐயா வாங்கய்யா ஒரு முழம் 5 ரூபாயா மல்லிப்பூ ஜமந்திப்பூ பூ பூ இப்பொண்ணே இந்த பூக்கு என்ன விலை? முழத்துக்கு 5 ரூபாய். ஆஹா, கொஞ்சம் எடுக்கட்டுமா? இந்த பூக்கல்ல நான் அந்த பூக்கு கேட்டேன். டேய் ஏண்டடா ராஸ்கல், மரியாதைக்கு பேசல. பூக்கொட்டை என்ற இந்த கையில உன் தலையை உடைச்சிடுவேன். போயா. ஏன் சங்கரி, இங்க என்ன பிரச்சனை? அல்ல மாமா, இந்த ரவுடி பையன் என்கிட்ட தப்பா பேசுறான். அடச்சி போயா. ஐயா, ஒரு வார்த்தை என்கிட்ட சொல்லு, நான் பாக்குறேன். அதான் சொல்றேன். ஏது? ஒரு ஆணுக்கு ஒரு பெண்ணு வேணும், ஒரு பொண்ணுக்கு ஒரு ஆணும். எனக்கு நீயும் உனக்கு நானும். ஐயடா, ஆசைய பார்த்தா 10 பணம், மீசைய பார்த்தா சத்த பிணம். போயா. லட்சுமி டாக்கிஸ்ல ஷக்கீல படம் கழிக்குது, போய் பாக்குறியா? போக. மூஞ்சிய பாரு. சாமந்தி பூ, முல்லைப்பூ. ஆண்டவனே, ஏய், இன்னைக்கு என்ன வேலை? அது ஜோதிക്കാൻ நீ யார? நானா? நான் உன் வருங்கால மனைவி. இந்த பழனி மலைக்கு ராணி. என் வாசம் பழமுதிர் சோலை. அந்த முருகனுக்கு கன்னி பொண்ணு. போடி, எனக்கு நிறைய வேலை இருக்கு. தாமரை தேடுறான்டா. நீ போ. ഡേയ് തങ്കവേലു, തീറ്റ വാങ്ങാൻ കാശെടു. ആരുടെ തീറ്റ? നിനക്ക് തീറ്റയാ അല്ല കുതിരക്ക് തീറ്റയാ? ഏയ് വേണ്ട വേണ്ട, എന്റെ വിശപ്പിന്റെ കാര്യം നീ വിട്. പക്ഷെ എന്റെ സാനിയ മിർസ വിശക്കാൻ ഞാൻ സമ്മതിക്കൂല. ഞാനുണ്ടില്ലേലും അവളെ ഊട്ടണം ഉറക്കണം, അറിയോ നിനക്ക്? അതുകൊണ്ട് കുതിരക്കുള്ള ചാപ്പാന്റെ കാശെടു. അതുക്ക് തന്നെ കാശ് ഇന്നലെ വാങ്ങിയത്. ഇന്നലെ വാങ്ങിയത് ഇന്നലെ തീർന്ന്. യവനാരടാ?
ഇന്നലെ നീ ആ പിച്ചക്കാരൻ മുതലാളിയുടെ അടുത്ത് എന്താ പറഞ്ഞു കൊടുത്തത്? ஏன் முதலாளி பிச்சைக்காரனா? ஏன் முதலாளி எனக்கு கடவுள் மாதிரிடா. കടവില. നീ മുതലാളിയുടെ കാശ് വാങ്ങിയാൽ ഞാൻ അത് മുതലാളി കിட்ட ചൊല്ലും. അത് ഞാൻ ഡ്യൂട്ടി. ഇങ്ങനെ പോയാൽ നീ ഇവിടെ അധിക കാലം ഡ്യൂട്ടി ചെയ്യാനുണ്ടാവുന്ന നീ തോന്നണില്ല. എന്നെ சொன்ன? എടാ ഈ മുതലാളി ആരാ? മയിൽ സ്വാമി സ്വാമി. എടാ ഈ മയിൽ സ്വാമി എന്ന് പറഞ്ഞാല് ആ അതേ ആള് പറഞ്ഞാറ് പാറ്. നീ ഇത് എവിടെ പോയേക്കായിരുന്നു? അവിടെ ഒരു ഘോഷയാത്രക്കുള്ള ആളുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ പണിയിൽ വേറെ ആളുണ്ട്. ഞാൻ ദാ വരുന്നു. നീ എവിടെ പോണേ? എങ്ങും പോകുന്നില്ല. ഈ വേഷം ഒന്ന് മാറ്റിയിട്ട് അതൊക്കെ പോകുന്ന വഴി മാറ്റാം. ആദ്യം തലവടി, അത് കഴിഞ്ഞത് ബാക്കിയുള്ള പരിപാടി. വാ 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 വാടാ നീ വാ. ഓ ആ എന്തൊരു സൗന്ദര്യം കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ പൊറോട്ടക്ക് മാവ് ഒഴിച്ചു വെച്ച പോലെ ഉണ്ട്. വായ് മുട്ര തമിഴ് പേച്ച് ആരെങ്കിലും കേട്ടാ? செல்வா அந்த மொட்டை பாரு. മതി മതി. வாங்க சார் வாங்க. இவன் வந்து ப்ரொஃபஷனல் அண்ட் எக்ஸ்பீரியன்ஸ்டு கட்டர். வரணும் சார் வரணும். அண்ணே இங்க வந்து உட்காருங்க உட்காருங்க இங்க உட்காருங்க இங்க உட்காருங்க. தம்பி நிஜமா உனக்கு வேலை தெரியுமா? செல்வா ലക്ഷണം കണ്ടിട്ട് ഇത് ഒടുക്കത്തെ വടിയാണെന്നാ തോന്നുന്നത്. താമരെ നിന്റെ അല്ലടാ ഈ എല്ലുപൊടിയുടെ. അണ്ണേ അടുത്ത വർഷം നിങ്ങളുടെ മകൻ വരുമ്പോ ഇങ്ങ തന്നെ വരാൻ പറയണം. என்ன சொன்ன? കവലപ്പെടണ്ടേ. അടുത്ത വർഷം അണ്ണന്റെ മകൻ അണ്ണന് വേണ്ടി കർമ്മം ചെയ്യാൻ വരുമ്പോ ഇങ്ങ വന്ന റിഡക്ഷൻ കൊടുക്കലാം. நீ போடா அறிவு கட்ட முண்டா நாயா. ആ തല പോയി. എന്നാ നീ കാരണം എന്റെ കൈനീട്ടം പോയി എന്നെ മുടിപ്പിക്കാനായിട്ട്. വാങ്ങ സാർ വാങ്ങ സാർ. ഇവർ വന്ന് ഓടാ. ഇതിവിടെ കിടക്കട്ടെ. എപ്പോഴാണെങ്കിലും ഒഴിക്കണം. ഇത് നേരത്തെ ഒഴിക്കുന്നേ ഉള്ളൂ. എടാ, ഒന്ന് പോയെ. ആ ഞാൻ പോണ്. മര്യാദക്കൊക്കെ വഴി. എങ്ക എന്റെ പരട്ടക്കിളവി எங்கேக்கா? ஏய் வெளிய வா. പാരട്ട കിളവി അകത്ത് കയറി ഒളിച്ചിരിക്കുന്നല്ലേ? പണം എടുക്ക്. തള്ളേ 4 നാളാ ചിട്ടിപ്പണം ബ്ലോക്ക്. ഇന്നേക്ക് ചിട്ടിപ്പണം തരലനാ நாளைக்கு அவரு வருவாரு தெரியுமா? செட்டியார் கருடப்ப செட்டியார். தம்பி தோராத்த மழை காரணம் பிசினஸ் எல்லாம் ரொம்ப கஷ்டம். ഈ പാർട്ടി പണം കൊടുക്കാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുക്കും. അയ്യാക്കിട്ട് പോയി சொல்லப்பா. ഇപ്പൊ ഞാൻ പോരെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ ഈ നേരത്തെ ഞാൻ വീണ്ടും വരും. അപ്പൊ പണം തന്നില്ലെങ്കിൽ ചെട്ടിയാർ ആരെന്ന് നീ അറിയും. அடிச்சதெல்லாம் இறங்கி போச்சு. அம்மா நான் வேற எதுவும் பேசுறேன். കേരളത്തിന്നാ? എത്ര ആള് വരും? ഉച്ചക്ക എല്ലാം ഉണ്ട്. ഭസ്മക്കാവടി, പൂക്കാവടി, വേല് എല്ലാം ഉണ്ട്. നിങ്ങളും കൂടെ വന്നാ മതി. വേലായുധം എവിടെയെന്ന് കേട്ടാ മതി. ഓക്കെ ഓക്കെ. ഇനി അവൻ എവിടാണാവോ? ഒരു പൂവ് ആരാധിച്ച് തൊഴുത് മരിച്ചയാളെ മനസ്സിൽ മുടിട്ടുള്ളൂ. എല്ലും പൂവും ചന്ദനവും കൂട്ടി 3 പ്രാവശ്യം നീര് കൊടുത്ത് നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇനി പിന്നോട്ട് എന്താ വേല ഇതേട്ടാ? പൂജ സമയത്ത് സംസാരിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? എന്താ കാര്യം? ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേർച്ചക്കാവടി ഉണ്ട്. നാട്ടിൽ നിന്നാ നീ വരണം. അപ്പൊ ഞാനാ? നീ വേണ്ട, കുതിര കയറി നടന്നാ മതി. അത് ശരി. ഞാനില്ലാതെ സെൽവം വരുമെന്ന് വിചാരിക്കണ്ട. ഇല്ലേ സെൽവം? നീ വരണ്ട,
നമുക്ക് പോവാം. നല്ല അടിച്ച ഹോളാ. പോയിക്കോടാ പോയിക്കോ. ഞാനില്ലാതെ പോയാൽ നീ അനുഭവിക്കോടാ. ഹേയ് ഹേയ് വാട്ട്? എങ്ക പത്ത് വണ്ടി ഓടുന്നത്? വണ്ടി മേലെ സത്യം പറഞ്ഞല്ലോ. നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, പിന്നെ തന്നെ വെറുതെ ചൂടാവുന്നേ. അത് ശരി, മലയാളിയാണല്ലേ? ടാർഗറ്റ് കൊല്ലാൻ ശ്രമിച്ചാൽ പോരാ. ആരാടി നീ? മൈൻഡ് യുവർ ലാംഗ്വേജ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പോക്കരത്തിന് കാണിച്ചിട്ട് ചൂടാവുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എടി പ്രശ്നമാക്കണ്ട, എന്താന്ന് വെച്ചാൽ കൊടുത്ത് ഒഴിവാക്ക്. എടി പെണ്ണേ, നിന്റെ കാശ് ഇവിടെ ആർക്ക് വേണം? അത് നിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടേ? തെറ്റ് ചെയ്തതും പോരാ. സർ പ്ലീസ്, ഞങ്ങളെ ഒന്ന് പോകാൻ അനുവദിക്കണം. ഇവക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ വണ്ടി കയറി. ഓരോന്ന് വന്നോളും.